ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മെസ്സേജുകളായിരിക്കാം എൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്കും ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് എന്താണ് ഈ മെസ്സേജിൻ്റെ സത്യാവസ്ഥ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, 2 ദിവസം മുന്നേ വാട്സപ്പിൽ ഒരു സെർവർ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇമേജസും വോയിസ് മെസ്സേജൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ വാട്സപ്പിലും ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് പ്രചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് തന്നെ പറയാം. വൈറലാകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. നമുക്കൊരു മെസ്സേജ് ലഭിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതുപോലുള്ള മെസ്സേജുകളൊക്കെ വൈറലാവുന്നതായിരിക്കും. മെസ്സേജ് ഇങ്ങനെയാണ്: മുകേഷ് അംബാനി വാട്സപ്പ് വാങ്ങാൻ പോകുന്നു. ഇനി നമ്മൾ കാശ് കൊടുത്താൽ മാത്രമേ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മെസ്സേജ് കുറേ പേരിലേക്ക് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പ്രധാനമന്ത്രി ഇന്ത്യയിൽ വാട്സപ്പ് നിയന്ത്രിക്കാൻ പോകുന്നു. ഇനി രാത്രികാലങ്ങളിൽ നമുക്കൊരിക്കലും വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇതൊക്കെയാണ് ആ മെസ്സേജിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷെയർ ചെയ്യുന്നതിന് സുഹൃത്തുക്കൾ ഒരു കാര്യം ചിന്തിക്കുക, 100% ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. വളരെ രസകരമായിട്ടുള്ള കാര്യം, ഇന്നലെ മുതൽ വേറൊരു മെസ്സേജാണ് നമ്മുടെ വാട്സപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: ഇന്ന് 6 മണി മുതൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇത് നിയമപ്രകാരമായിട്ടുള്ളൊരു മെസ്സേജാണ്. കൂടുതൽ പേരിലേക്ക് നിങ്ങൾ ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും വാട്സപ്പിന് ഉപയോഗിക്കാനേ സാധിക്കത്തില്ല. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ അവസാനമായിട്ടാണ്. നിങ്ങൾ ഈ ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് അയച്ചു കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള ടിക്കുകളാണ് നമുക്ക് ലഭിക്കുക, നീല നിറത്തിലല്ല. ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പച്ച നിറത്തിലോ അല്ലെങ്കിൽ നീല നിറത്തിലോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ആരുടെയോ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള മെസ്സേജുകൾ എഴുതിയിട്ടുണ്ടാക്കും. അത് നമ്മളെപ്പോലുള്ളവർ ഷെയർ ചെയ്യുമ്പോൾ വിഡ്ഢികളാവുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു മെസ്സേജ് നമ്മുടെ വാട്സപ്പ് കമ്പനി പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല. അപ്പം ഇനിയും മെസ്സേജുകൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇതുപോലുള്ള മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതുപോലുള്ള വല്ല മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് കമ്പനി തന്നെ നമ്മളെ ഒഫീഷ്യലായിട്ട് അവരുടെ ട്വിറ്ററിലോ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കുന്ന ഇതുപോലുള്ള മെസ്സേജുകളോ അല്ലെങ്കിൽ മറ്റുള്ള ലിങ്കുകളോ ഒന്നും തന്നെ നമ്മൾ അറിയാതെ കണ്ട് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുക, ഇങ്ങനൊരു മെസ്സേജ് ഫേക്ക് ആണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്.